ഡൊണാൾഡ് ട്രംപിൻ്റെ വളരെ വലിയ ഒരു പ്രഖ്യാപനം വന്നു. അത് കൊറിയയിലെ അദ്ദേഹം സന്ദർശിക്കുകയാണ്. കൊറിയയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ, ആണവ വാഹിനി ഇതൊക്കെ അദ്ദേഹം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അതുപോലെ കൊറിയൻ കടലിൽ, അതായത് അത് ചൈനയ്ക്ക് എപ്പോഴും ഒരു ഭീഷണിയാണ്. കാരണം ചൈനയുടെ കസ്റ്റഡിയിലുള്ള ഭാഗമാണ്. ചൈന അവിടെ ഒരുപാട് മേധാവിത്വം പുലർത്തുന്നതാണ്. അവർക്കൊരു ഭീഷണിയാകാനായിട്ട് കൊറിയയ്ക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ അദ്ദേഹം കൊടുക്കുന്നു. കൊറിയയുടെ ഇൻഡെക്സ് തന്നെ ഒരുപാട് അവരുടേത് ഉയർന്നു. അമേരിക്കയുടേത് കൂപ്പുകുത്തുകയും ചെയ്തു. രണ്ടും സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഇനി അടുത്തതായിട്ട് ഈ ചൈനീസ് പ്രധാനമന്ത്രിയായിട്ട് അദ്ദേഹം സംസാരിക്കാൻ പോവുകയാണ് കേട്ടോ. ഷീ ജിൻപിങ്ങുമായിട്ട് സംസാരിച്ചിട്ട് അവിടെ പോയിട്ട് അവരുമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ തീർക്കണം. കാരണം ഇപ്പോൾ അവർക്ക് പ്രഖ്യാപിച്ചേക്കുന്ന അധിക തീരുവ എന്നൊക്കെ പറയുന്നത് വളരെ വലുതാണ്. ആ വ്യാപാര ബന്ധം ഏതാണ്ട് തകർന്നിരിക്കുകയാണ്. അത് ശരിയാക്കിയെടുത്ത് ഞങ്ങൾ പുതിയ കരാറുണ്ടാക്കും. കാരണം ചൈന എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ലോകത്തെ ഏതാണ്ട് രണ്ടാമത്തെ ശക്തി എന്ന് തന്നെ പറയണ്ടേ നമ്മൾ. അമേരിക്ക കഴിഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത്തെ ശക്തി തന്നെയാണ് ചൈന, ഇല്ലെന്ന് പറയാനൊന്നും പറ്റത്തില്ല. ആ രീതിയിൽ അവർക്ക് അത്രയും മുന്നേറ്റമുണ്ട്. സാമ്പത്തികമായിട്ടുമൊക്കെ, ശാസ്ത്രീയമായിട്ടും സാമ്പത്തികമായിട്ടും ഒക്കെ വളരെ മുന്നേറ്റം ഉള്ള ഒരു വലിയ രാജ്യമാണ് ചൈന. അവർ അവസാനം അവരെടുത്ത് ഇതൊന്നും എനിക്ക് തോന്നുന്നില്ല. അവർക്ക് തീരുവൊക്കെ ഏർപ്പെടുത്തി കഴിഞ്ഞാൽ അവർ പിടിച്ച് ചെയ്യുകയൊക്കെ ചെയ്യും. അവർക്ക് ഇവിടെ അല്ലെങ്കിൽ വേറെ വിപണിയുണ്ട് ലോകത്ത്, ഇഷ്ടംമാതിരിയുണ്ട്. അന്നേരം ഈ കൊറിയയിൽ നേരെ അങ്ങോട്ട് ചൈനയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ടൊരു പ്രഖ്യാപനവും നടത്തി. നരേന്ദ്രമോദി ലോകത്തെ ഏറ്റവും വലിയ സുന്ദരനാണ്. ഇതാർക്കും സൗന്ദര്യമുണ്ടെന്നും ഒരാളെ സുന്ദരനാണെന്നും പറഞ്ഞു കഴിഞ്ഞാൽ പലർക്കും അത് ഒരു വലിയ കൊള്ളാം, എന്നെ അങ്ങനെ പറഞ്ഞല്ലോ, സുന്ദരനായി അങ്ങ് മാറും പെട്ടെന്ന്. അദ്ദേഹം ഏറ്റവും വലിയ ലോകത്തെ വളരെ ഒരു സുന്ദരനാണ്. ഇനി അതിൻ്റെ കൂടെ ഒരു വാചകം കൂടെ, അതായത് എനിക്ക് വളരെ രസകരമായിട്ട് തോന്നിയത്, ഇങ്ങനെ ഒരാളെ അച്ഛനായിട്ട് കിട്ടാൻ ആരും ആഗ്രഹിക്കും എന്ന് പറഞ്ഞാൽ ട്രംപ് അദ്ദേഹം പറഞ്ഞതെന്ന് തോന്നിയ എൻ്റെ വകയിലൊരച്ഛനാണ് നരേന്ദ്രമോദി. അതുവരെ പറഞ്ഞു എൻ്റെ വകയിൽ ഇതാരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ പറയും എൻ്റെ അകന്ന ഒരു ബന്ധുവാണെന്ന് പറയും, അല്ലെ എൻ്റെ വകയിലൊരു സഹോദരനാണെന്ന് പറയും. അത് നമ്മൾ സാറിന് പറയാൻ വകയിലൊരു അച്ഛനാണെന്ന് ആരെങ്കിലും പറയാറുണ്ടോ? അതുവരെ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞാൽ അദ്ദേഹം വളരെ അതായത് വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള തീരുമാനം എടുക്കുന്ന ആളുകളാണ്. അത് മാത്രമേ ഉള്ളൂ പ്രശ്നം എന്ന് പറഞ്ഞു. അതും ഒരാൾക്ക് ഇഷ്ടപ്പെടുന്നതാണ്. വളരെ ധീരമായ ഉറച്ച നിലപാടുകൾ എടുക്കുന്ന ആളാണ്, അതിസുന്ദരനാണ്. ഇങ്ങനെ ഒരാളെ അച്ഛനാകാൻ ആയി കിട്ടാൻ ആരും ആഗ്രഹിക്കും എന്ന് വിചാരിക്കും എന്ന് പറഞ്ഞ് എൻ്റെ വകയിൽ ഒരച്ഛനാണ് നരേന്ദ്രമോദി എന്നുവരെ പറഞ്ഞ്. ഇത്രയും പറയേണ്ട കാര്യം എന്തുവാ? ഇത് കേട്ടോണ്ട് എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ. ഇത് കേട്ടോണ്ട് നമ്മുടെ ബഹുമാന്യനായ പ്രധാനമന്ത്രി ഇപ്പോൾ ഉള്ളതിൽ നിന്ന് ഒരിക്കലും വലുതാവാൻ പോകുന്നില്ല. അദ്ദേഹം ഇപ്പോൾ ഉള്ള സുന്ദരനായിട്ടുള്ള എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിൻ്റെ സൗന്ദര്യം ഈ ട്രംപ് പറഞ്ഞുകൊണ്ട് ഒരു കാരണവശാലും വർദ്ധിക്കുന്നില്ല. അതുപോലെ ട്രംപ് അദ്ദേഹത്തിന് മോശക്കാരനാണെന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരിക്കലും മോശക്കാരനോ ആവുന്നില്ല. അത് ട്രംപിൻ്റെ അഭിപ്രായമാണ് ഈ പറയുന്നത്. കാരണം ഇത് പകരം തിരിച്ചങ്ങോട്ട് ട്രംപിനെ ഇതുപോലെ പറയണം, അയാൾ വലിയ സുന്ദരനാണ്, വളരെ ഉറച്ച ധീരമായ തീരുമാനങ്ങൾ എടുക്കുന്ന ആളാണ്, ലോകം മൊത്തം ചുവന്നുകൊണ്ട് നടക്കുന്ന ആളാണ്. പക്ഷേ ഇത് പറഞ്ഞിട്ട് അതിൻ്റെ കൂടെ വേറെ കാര്യം കൂടെ പറഞ്ഞു കേട്ടോ. ഇന്ത്യ, അതായത് അത് ജപ്പാൻ സന്ദർശനം ഇപ്പോൾ അങ്ങോട്ട് കഴിഞ്ഞേ ഉള്ളൂ, അന്നേരം പറഞ്ഞതാണ്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം ഞാൻ ഈ തീരുവയുടെ പ്രശ്നം വെച്ചുകൊണ്ടാണ് തീർത്തത് എന്നും പറഞ്ഞു. ഇന്ത്യ നിലവിളിച്ച് കരഞ്ഞു പഴിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലോ മുഴുവൻ. ട്രംപ് പറഞ്ഞുകൊണ്ടൊന്നും അല്ല യുദ്ധം തീർത്തത്, ഞങ്ങളത് വേണ്ടെന്ന് വെച്ചു, ഞങ്ങൾ യുദ്ധം നിർത്തി, അത്രയേ ഉള്ളൂ. അവർ പാകിസ്ഥാൻ അഭ്യർത്ഥിച്ചു, ഞങ്ങൾ യുദ്ധം നിർത്തി എന്നുള്ളതാണ്. പക്ഷേ ഇപ്പം അതല്ല, ഇപ്പം ട്രംപ് പറഞ്ഞതുകൊണ്ടാണ് യുദ്ധം നിർത്തിയത് എന്നുള്ള ആ നാണക്കേടും കൂടെ നമ്മുടെ രാജ്യം ചുമക്കേണ്ടതായിട്ട് വന്നേക്കുക. എന്നിട്ടാണ് അതിനോടൊപ്പം ആ പ്രഖ്യാപനവും കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നിട്ട് ഇതേപോലെ പറയുന്നത് നമ്മുടെ പ്രധാനമന്ത്രി വളരെ സുന്ദരനാണ്, ലോകത്തെ ഏറ്റവും വലിയ സുന്ദരനാണ്. ആ പറയുന്നതൊക്കെ നല്ലതാണ്, കുഴപ്പമൊന്നുമില്ല. നരേന്ദ്രമോദി കാണാനൊക്കെ നല്ലത് തന്നെ, ആർക്കും അതിനെതിരെ അഭിപ്രായമൊന്നുമില്ല. എനിക്കും അദ്ദേഹത്തെ കാണാൻ വളരെ ഇഷ്ടമാണ്. ഇനി നമുക്ക് ട്രംപ് അങ്ങനെ പറഞ്ഞുകൊണ്ട് ഇനി ഇത് പോയിട്ട് ഇതും പറഞ്ഞ് അയാൾ പറയുന്ന കാര്യത്തിനൊക്കെ കീഴടങ്ങി കൊടുത്തിട്ട്
നമുക്കിപ്പോൾ തന്നെ നമുക്ക് ഒരുപാട് തീരുവയൊക്കെ വന്ന് നമ്മുടെ വ്യാപാര ബന്ധങ്ങളൊക്കെ ഒരുപാട് നാശം. ഇന്ത്യയായിട്ട് ഉടനെ വ്യാപാര കരാറിൽ ഏർപ്പെടുമെന്നും പറയുന്നുണ്ട്. ഇന്ന് പറയുന്നതല്ല നാളെ പറയുന്നത്, അതാണ് പ്രശ്നം. ചർച്ചകൾ അങ്ങ് നിർത്തി വെക്കും. എന്നിട്ട് പറയും ഇതുപോലെ എന്തെങ്കിലും പറഞ്ഞ് സുന്ദരനാണ്, അത് ഇതൊക്കെ പറഞ്ഞ് നല്ലതാണ്, ഇതുമെല്ലാം പറഞ്ഞിട്ട് ഞങ്ങൾ വ്യാപാര കരാറിൽ ഏർപ്പെടാൻ പോവുകയാണെന്ന് പറഞ്ഞ് ചർച്ച തുടങ്ങും. എന്നിട്ട് അതിൻ്റെ 2 ദിവസം കഴിയുമ്പോഴത്തേക്ക് വേറെ ഏതെങ്കിലും കുറേ കൂടെ ഉപദ്രവങ്ങൾ എന്തുണ്ടാക്കണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ഏതായാലും ശരി, നമുക്ക് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ചിന്തിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, എത്ര നാൾ അവിടെ ജനാധിപത്യം പുലരും എന്ന് നമുക്കൊരിക്കലും പറയാനൊക്കുന്നില്ല. കാരണം എക്സിക്യൂട്ടീവ് ഓർഡേഴ്സ് എന്നുള്ള പേരിൽ ഓരോ ദിവസം തോറും ഡൊണാൾഡ് ട്രംപ് പാസ്സായിക്കൊണ്ടിരിക്കുന്ന ഉത്തരവുകളെന്ന് പറയുന്നത്, അവിടെ അതാരും ചലഞ്ച് ചെയ്യാത്തതുകൊണ്ട് പലപ്പോഴും കോടതിയുടെ സ്ക്രൂട്ടിനി വരുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ള ഉത്തരവുകളാണ് ഡെയിലി പാസ്സാക്കിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ രാജ്യങ്ങളെയും ഉപദ്രവിക്കുന്ന രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കാര്യങ്ങൾ. അപ്പോൾ ഒരുപാട് ഇതേപോലുള്ള പ്രഖ്യാപനങ്ങളുമൊക്കെ വരുന്നു. ഇന്ത്യ ഒരുപാട് സൂക്ഷിക്കണം. കാരണം ഇതിനെ ഈ ഡൊണാൾഡ് ട്രംപിനെ ഒരിക്കലും നമ്പാൻ പറ്റിയ ഒരാളല്ല. നമ്പാനൊക്കത്തില്ല. കാരണം അയാൾ എന്താ പറയുന്നതെന്ന് അയാൾക്ക് തന്നെ അറിയില്ല. ഇന്ന് പറയുന്നതല്ല നാളെ പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരാളെ ഒരു കാരണവശാലും ആ വാക്കുകൾ വിശ്വസിച്ച് മുമ്പോട്ട് പോകാൻ പാടില്ല. ഈ തീരുവ ഇതിനെതിരെയുള്ള കാര്യങ്ങൾ ഇന്ത്യ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് നോക്കി ചെയ്യണം. ഇല്ലെങ്കിൽ അപകടമാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ നിലനിൽപ്പിന് അത് ഭീഷണിയാണ്. നമ്മുടെ വ്യാപാര രംഗത്ത്, നമ്മുടെ കയറ്റുമതി രംഗത്ത് അതൊരു വൻ ഭീഷണിയായിട്ട് മാറും. അമേരിക്ക അല്ല നമ്മുടെ വിപണി എന്നുണ്ടെങ്കിൽ വേറെ വിപണി കണ്ടെത്തണം. അതിനുള്ള സൗഹൃദ ബന്ധങ്ങൾ വേണം നമ്മൾ സ്ഥാപിക്കാൻ. അല്ലാതെ ഇത് നമ്മുടെ നരേന്ദ്രമോദി സുന്ദരനാണ് എന്ന് പറഞ്ഞ് ട്രംപ് പറഞ്ഞ ഒരു കാരണം കൊണ്ടും, അതുപോലെ അദ്ദേഹം ധീരനാണ് എന്ന് പറഞ്ഞ കാരണം കൊണ്ടും ഒന്നും, കാര്യവും കൊണ്ടും ഒന്നും ഇന്ത്യക്കെതിരെ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളൊന്നും ഇല്ലാതാകുന്നില്ല. പാകിസ്ഥാനുമായിട്ടുള്ള ഒരു അവിശുദ്ധ ബന്ധം ട്രംപിനുണ്ട്. അത് അവിടുന്ന് കിട്ടുന്നതൊന്നും ആ രീതിയിലൊന്നും പോയി കൊടുക്കാൻ നമ്മുടെ രാജ്യത്തിന് പറ്റത്തില്ല. കാരണം നമുക്ക് അങ്ങനെയുള്ള സ്വഭാവമല്ല നമുക്കുള്ളത്. അതുകൊണ്ട് അത് ഒരു കാരണവശാലും നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ്. പാകിസ്ഥാൻ പലതും ചെയ്തു കൊടുക്കും, പക്ഷേ അത് ഇന്ത്യക്ക് ചെയ്തു കൊടുക്കാൻ പറ്റത്തില്ല. ധൈര്യമായിട്ട് പറയണം നോ വേ എന്നുള്ളത് മുഖമടച്ച് പറയണം. അതിന് വേദി ഉണ്ടാകണം. അതിന് ഒളിച്ചോടിയിട്ട് കാര്യമില്ല.